കേരളത്തിന് ഒരു ട്രാൻസ്പേഴ്സൺ കൃഷിക്കാരിയും കാർഷിക സംരംഭകയുമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ മുളക്കുഴയിലെ ശ്രാവന്തിക. വിഷ്ണു എന്ന ആൺകുട്ടിയായി ജീവിക്കുമ്പോഴേ ശ്രാവന്തികയ്ക്കുള്ളിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. +2 പഠിക്കുമ്പോൾ കൊറ്റൻകുളങ്ങരയിൽ ചമയ വിളക്കെടുത്ത് പെൺവേഷം കിട്ടിയ ആണുങ്ങളുടെ ആ അനുഷ്ഠാന വേദിയിൽ വെച്ച് പെൺ ജീവിതം തിരഞ്ഞെടുക്കാൻ ഉള്ളുകൊണ്ട് തീരുമാനിച്ചു. പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് ആയതിനു ശേഷമാണ് ട്രാൻസ് വ്യക്തിത്വം പരസ്യപ്പെടുത്തുന്നത്. അമ്മ പൊന്നമ്മയ്ക്ക് ആ ചെയ്തിയോട് യോജിപ്പില്ലായിരുന്നു. അച്ഛൻ ശിവനും വേദനയുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ശ്രാവന്തിക ഒരു വാക്ക് കൊടുത്തു. ഏത് വ്യക്തിത്വം സ്വീകരിച്ചാലും ആത്മാഭിമാനത്തോടെ ജീവിക്കും. അച്ഛനെയും അമ്മയെയും പൊന്നുപോലെ കാക്കുകയും ചെയ്യും. ഇന്ന് ശ്രാവന്തിക അഭിമാനിക്കുന്നു. 4 വർഷം മുമ്പ് ക്യാൻസർ പിടിച്ചു മരിച്ച അമ്മയെ അവസാന കാലത്ത് ഒരു കുഞ്ഞിനെ നോക്കും പോലെ നോക്കാനായി. വിഷ്ണു ശ്രാവന്തിക ആയതുകൊണ്ടാണ് അത് കഴിഞ്ഞത്. കൂലിപ്പണിക്കാരനായിരുന്ന അച്ഛനും അച്ഛൻ്റെ അമ്മ അമ്മിണിയും ഇന്ന് ശ്രാവന്തികയോടൊപ്പം സംതൃപ്തിയോടെ ജീവിക്കുന്നു. അനുജത്തിയെ മാനമായി പഠിപ്പിച്ച് വിവാഹം കഴിച്ചയച്ചു. ഇതെല്ലാം നടന്നത് ശ്രാവന്തിക ജോലി ചെയ്തിട്ടാണ്. ശ്രാവന്തിക ആയതിന് പിറകെ മോട്ടോർ മെക്കാനിക്കായ അരുൺ ജീവിത പങ്കാളിയായി. പിന്നാലെ അപകടത്തിൽ പരിക്കേറ്റ് അരുണിന് ജോലി ചെയ്യാൻ കഴിയാതായി. അരുണിനെ പരിചരിക്കാൻ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. ആ പരീക്ഷണ ഘട്ടത്തിലാണ് ട്രാൻസ്പേഴ്സൺസിനെ സഹായിക്കുന്ന മർത്തോമാ സഭയുടെ നവോദയ പദ്ധതി സഹായത്തിനെത്തിയത്. അവർ 2.25 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകി. 1400 രൂപ ചെലവിട്ട് അവിടെ 50 വാഴ വെച്ചു. ശ്രാവന്തികയും അച്ഛനും അമ്മമ്മയും ചികിത്സ കഴിഞ്ഞ് ആരോഗ്യം വീണ്ടെടുത്ത അരുണും അവിടെ പണിയെടുത്തു. 4 വർഷം കഴിയാറാകുന്നു. മുളക്കുഴ ട്രാൻസ് ഫാമിൽ ഇന്ന് വാഴയ്ക്കൊപ്പം മഞ്ഞളും ചേനയും കൂണുമൊക്കെയുണ്ട്. പശുവും ആടും കോഴിയും താറാവും മീനുമുണ്ട്. തേനീച്ച വളർത്തൽ തുടങ്ങാൻ പോകുന്നു. ശ്രാവന്തികയ്ക്ക് ഒരു സംരംഭമുണ്ട്, നാട്ടുരുചി. അച്ചാറുകളും ചമ്മന്തിപ്പൊടിയും ചക്ക വരട്ടിയതും ശർക്കര വരട്ടിയതും അവിൽ നനച്ചതും വിപണിയിൽ ഇറക്കുന്നു. വാടകസൻസിന് മറ്റാരെയും പോലെ ജീവിക്കാം എന്ന് തെളിയിച്ച ഈ നവകാല മാതൃകയെ കൈരളി ചെയർമാന്റെ പ്രത്യേക പുരസ്കാരം ശ്രാവന്തികയ്ക്ക്.